അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1411. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, മൻ തവദ്ദഅ വദക്കറ ഇസ്മല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെ സ്മരിച്ച് ബിസ്മി ചൊല്ലി ആരെങ്കിലും വുദൂ എടുത്താൽ, തത്വഹറ ജസദുഹു കുല്ലു, അവൻ്റെ ശരീരം മുഴുവനും ശുദ്ധിയാവും. ബിസ്മി ചൊല്ലി വുദൂ എടുത്താൽ അവൻ്റെ ശരീരം മുഴുവനും ആത്മീയ ശുദ്ധി കൈവരിച്ചതായിരിക്കും. വമൻ തവദ്ദഅ വലം യദ്കുരി ഇസ്മല്ലാഹ്, ഒരാൾ വുദൂ എടുത്തു പക്ഷേ ബിസ്മി ചൊല്ലിയിട്ടില്ല, തുടക്കത്തിൽ ബിസ്മി ചൊല്ലാതെയാണ് വുദൂ എടുത്തതെങ്കിൽ, ലം യതത്വഹർ ഇല്ലാ മൗദിഉൽ വുദൂ, ആ വുദൂ എടുത്ത ആ സ്ഥലമല്ലാതെ മറ്റൊന്നും ശുദ്ധിയാവുകയില്ല. ആ വുദൂ എടുത്ത അവയവം മാത്രമേ ശുദ്ധിയാവുകയുള്ളൂ. കടമ നിർവഹിച്ചു, ആ വുദൂ കൊണ്ട് അവനക്ക് നിസ്കരിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ യഥാർത്ഥ വുദൂവിൻ്റെ പരിപൂർണമായ ആ ഒരു ആത്മീയ വിശുദ്ധി, മുഴുവൻ ശരീരവും ആത്മീയമായുള്ള ആ ഒരു ചൈതന്യം മുഴുവൻ ശരീരത്തിനും ലഭിക്കണമെങ്കിൽ അവൻ ബിസ്മി ചൊല്ലി വുദൂ എടുക്കണം എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. വളരെ ശ്രദ്ധേയമായ ഹദീസാണ്. വുദൂ നമ്മൾ ഒരു ദിവസം പലതവണ എടുക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് വുദൂ എന്നുള്ളത്. സ്ഥിരമായി വുദൂ ഉള്ള ആളുകളെ മലക്കുകൾക്ക് വലിയ ഇഷ്ടമാണ്. ആ വുദൂ നിർവഹിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് വുദൂ തുടങ്ങുക. 1-2 സെക്കൻഡ് മതി ബിസ്മി ചൊല്ലാൻ. പക്ഷെ ആ ബിസ്മി ചൊല്ലലിലൂടെ നമുക്ക് കിട്ടുന്നത് വലിയൊരു നേട്ടമാണ്. അവൻ്റെ ശരീരം മുഴുവനും ആത്മീയ വിശുദ്ധി കൈവരിക്കുകയാണ്. അതുകൊണ്ട് നാം വുദൂ എടുക്കുമ്പോൾ ബിസ്മി ഒരിക്കലും ഒഴിവാക്കരുത്. അത് വളരെ ശ്രദ്ധിച്ച് അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് വുദൂ എടുക്കുമ്പോൾ ബിസ്മി ചൊല്ലിയ ഒരൊറ്റ കാരണം കൊണ്ട് അവൻ്റെ ശരീരത്തിന് മുഴുവനും ആത്മീയ ശുദ്ധീകരണം ലഭിക്കും എന്ന ആ ശരിയായ ബോധത്തോടുകൂടെ നാം ബിസ്മി ചൊല്ലി വുദൂ എടുക്കാൻ തന്നെ എല്ലാവരും ശ്രമിക്കണം. അല്ലാഹു തആല ഈ ഹദീസ് ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്തി ആത്മീയ വിശുദ്ധി കൈവരിച്ചവരിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.